പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ കിഴങ്ങുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്താവുന്ന അതിശയകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമുക്ക് കടബാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് രോഗപ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വീട്ടിൽ ഐശ്വര്യക്കേട് വരുത്തുന്ന കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്ന് ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ ദൃഷ്ടിദോഷം പോലുള്ള നെഗറ്റീവ് ശക്തികൾ വന്ന് ബാധിക്കുന്നുണ്ടെങ്കിൽ, നോക്കൂ, വളരെ ലളിതമായിട്ട് വേറൊരു പൂജാരിയുടെ അടുത്ത് പോകണ്ട, വേറൊരു വലിയ കർമ്മങ്ങൾ ചെയ്യണ്ട, നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. കുറച്ച് മഞ്ഞളിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത് അതിശയോക്തികരമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മഞ്ഞളിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മുടെ പ്രാചീനമായിട്ടുള്ള ഋഷിവര്യന്മാർക്ക് അറിയാമായിരുന്നു. നമ്മുടെ കാരണവന്മാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. മഞ്ഞളിനെ കുറിച്ച്, അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വളരെയധികം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാൻ പോകുന്ന കുർക്കുമിൻ പോലുള്ള ഘടകങ്ങളുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒന്നാണ് മഞ്ഞൾ എന്ന് നമുക്കെന്നറിയാം. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ എല്ലാം എടുത്തു മാറ്റാൻ ഗുണകരമായിട്ടുള്ള സിദ്ധൌഷധമാണ് എന്നും നമുക്കിതറിയാം. ഇതിൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യം എന്ന് പറഞ്ഞാൽ പരാശക്തിയുടെ ശക്തി ചൈതന്യം വളരെയധികം കുടികൊള്ളുന്ന ഒന്നാണ്. മാത്രമല്ല, ഗണപതിയുടെ അംശവും ഇതിൽ പൂർണ്ണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മംഗളകർമ്മങ്ങൾക്കെല്ലാം തന്നെ മഞ്ഞൾ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറുന്നത്. മഞ്ഞളില്ലാത്ത മംഗള ചടങ്ങുകളില്ല എന്ന് തന്നെ പൊതുവിൽ നമുക്ക് പറയാവുന്നതാണ്. അത്രത്തോളം വിശിഷ്ടമായിട്ടുള്ള ഈ മഞ്ഞൾ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി, നമ്മുടെ വീടും പരിസരവും നാമും തന്നെ ശുദ്ധമായിട്ട് മാറും. നമ്മിലേക്ക് ഐശ്വര്യത്തിൻ്റെ, സമ്പദ് സമൃദ്ധിയുടെയും തന്നെ ഒരു പ്രവാഹം ഉണ്ടായി വരും. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ കൂടി പറയുന്നത്, പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒന്നായിട്ട് ഇത് മാറും എന്നുള്ളൊരു സംശയമേ വേണ്ട. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ മഞ്ഞളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ളൊരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഈ ശനിയാഴ്ച ദിവസം വീട്ടിന് ചുറ്റും ചാണക വെള്ളം തളിക്കും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസം വീട്ടിന് ചുറ്റും മഞ്ഞൾ ജലം തളിക്കും. ഇത് പഴയ ആൾക്കാർക്കൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചൊവ്വയും വെള്ളിയും ദിവസങ്ങൾ നമ്മൾ വീട്ടില് മഞ്ഞൾ വെള്ളം തളിക്കുക, വീട്ടിനകത്തും പുറത്തും തളിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യ സമൃദ്ധികൾ കടന്നു വരുന്നതിന് ഏറെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് രാവിലെ സമയത്താണ് ചെയ്യേണ്ടത്. കാര്യം വീട്ടിലേക്കുള്ള ഊർജ്ജധാര പൂർണ്ണമായിട്ട് കടന്നു വരുന്ന ഒരു സമയമാണ്. സൂര്യോദയത്തിന് മുമ്പ് ഇത് ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് 3 നുള്ള് മഞ്ഞൾ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് കണ്ണടച്ചിട്ട് ഓം ഹ്രീം പരാശക്തിയേ നമ എന്ന് 3 വട്ടം ജപിക്കണം. പിന്നെ ഓം ഗം ഗണപതയേ നമ എന്ന് 3 വട്ടം ജപിക്കണം. ജപിച്ചിട്ടാണ് വീട്ടിനകത്ത് പുറത്തുമായിട്ട് ഇത് തളിക്കേണ്ടത്. വീട്ടിനകത്ത് തളിച്ചിട്ടാണ് പുറത്ത് തളിക്കേണ്ടതെന്നാണ്. ചിലർ വീട്ടിന് ചുറ്റാകം മാത്രമായിട്ട് തളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീട്ടിനകത്തും പുറത്തും തളിക്കണമെന്നാണ്. തൂത്തിട്ടാണ് തളിക്കാനുള്ളത്. വീട്ടുമുറ്റവും പരിസരവും അടിച്ചു വാരിയിട്ട് വേണം ഇത് തളിക്കാനുള്ളതെന്ന് കൂടി അറിയിക്കുക. രണ്ടാമത്തെ കാര്യം, മഞ്ഞൾ കിഴങ്ങ് നിലവിളക്കിന് മുന്നിൽ വയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും പറയാറുള്ളത്, എൻ്റെ വീട്ടിൽ ഈശ്വരാധീനമില്ല, ദേവി പ്രീതമല്ല, ഭരദേവതയുടെ ചൈതന്യം കിട്ടുന്നില്ല, കുടുംബദേവതകളെ വഴക്കാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇങ്ങനെ വിഷമിക്കുന്നതാണ്. ചില ജ്യോതിഷരെടുത്ത് ചെല്ലുമ്പോഴും അവരും പറയുന്ന കേൾക്കാം, നിങ്ങൾക്ക് ഈശ്വരാധീനമില്ല, കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള ഐശ്വര്യം കിട്ടുന്നില്ല എന്നൊക്കെ പറയും. കുടുംബക്ഷേത്രത്തിലുള്ള ഐശ്വര്യം കിട്ടാതെ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ തിരിഞ്ഞു നോക്കാതിരിക്കുക, ചില വഴിപാടുകൾ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ആ ചൈതന്യം നമ്മളിലേക്ക് വന്നു ചേർന്നില്ല എന്ന് വന്നേക്കാം. എങ്കിലും നമുക്ക് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലോ, അല്ലെങ്കിൽ കുടുംബദേവതകളുടെ ആ ചൈതന്യം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കണമെങ്കിലോ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ, ചെറിയൊരു മഞ്ഞൾ കിഴങ്ങെടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ നിലവിളക്ക് തെളിയിക്കുമല്ലോ, ആ തെളിയിക്കുന്ന സമയത്ത് നിലവിളക്കിന് മുന്നിൽ വച്ചേക്കുക. ഒരു മഞ്ഞൾ കിഴങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം അത് മതി. അത് കേടാകുന്ന അല്ലെങ്കിൽ മുണങ്ങിപ്പോകുന്ന ഒരു ഘട്ടം വരെ നമുക്കത് ഉപയോഗിക്കാം. മിനിമം ഒരു 3-4 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഒരു മഞ്ഞൾ കിഴങ്ങ് മതി. അല്ലെങ്കിൽ പിഴുതെടുത്ത മഞ്ഞളും നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും തുല്യം തന്നെയാണ്. പച്ചമഞ്ഞളാണെങ്കിൽ ഇരുന്ന് വാടി അത് ചുളുങ്ങിപ്പോയാൽ പിന്നെ അത് എടുക്കരുത്, അത് മാറ്റിയിട്ട് വേറെ മഞ്ഞൾ വെക്കണം. ഉണക്കമഞ്ഞളാണെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് അത് മതി, ഒരു 6 മാസത്തേക്കൊക്കെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് ഒടുവിൽ എടുത്തിട്ട് നമ്മൾ പുഴയിൽ ഒഴുക്കി കളയണം. എവിടെയെങ്കിലും ഇട്ട് കളയരുത്, പുഴയിൽ ഒഴുക്കി കളയുക കേട്ടോ. അങ്ങനെ ചെയ്യുന്നത്
വളരെ ഉത്തമമാണ്. വീട്ടിൽ ഐശ്വര്യവർദ്ധനം ഉണ്ടാവുക, കുടുംബദേവത ഭരദേവതമാരുടെ പ്രീതി വർദ്ധിച്ചു വരിക, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നിലവിളക്കില് മഞ്ഞളിട്ട് തെളിയിക്കുക എന്നുള്ളതാണ്. മഞ്ഞൾ വിളക്ക് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിന് പല രീതികളുണ്ട്. ഇതിൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്തിട്ടാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. എള്ളെണ്ണയിലും ഉപയോഗിച്ച് കാണുന്നുണ്ട്, തെറ്റെന്ന് പറയുന്നില്ല. എങ്കിലും ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇട്ട് നമ്മൾ വിളക്ക് തെളിയിച്ചിട്ട് അതിൽ മഞ്ഞളിട്ട് 3 നുള്ള് മഞ്ഞൾ അതിലേക്ക് ഇട്ടിട്ട് തെളിയിക്കും. ധനസമൃദ്ധി, ഐശ്വര്യവർദ്ധനവ്, വീട്ടിൽ എപ്പോഴും ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ തെളിയിക്കാം. ചിലർ ഇതിന് പകരം മഞ്ഞളിട്ട് അതിൻ്റെ മഞ്ഞൾ പൊടിയിട്ട് വിളക്ക് തിരി തെറുത്തെടുക്കും. അലക്കുമുണ്ടിൽ ഉണ്ടാക്കില്ല, അപ്പോഴും മഞ്ഞൾ മുക്കിയിട്ട് മഞ്ഞത്തിരിയാക്കിയിട്ട് തെളിയിക്കും. ചിലരായിട്ട് ഇതിനകത്ത് മഞ്ഞൾ ചുരുട്ടി വെച്ചിട്ട് അത് വെച്ച് വിളക്ക് തെളിയിക്കാറ്. ഇതൊക്കെ അതിൻ്റെ ഓരോ മാർഗങ്ങളാണ്. ഇതൊന്നും പറ്റാത്തവർ 3 നുള്ള് മഞ്ഞൾ, ചെറിയ നുള്ള് മതി, ആ വിളക്കിലൊക്കെ ഇട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള സമൃദ്ധി ഉണ്ടായി വരും. ഐശ്വര്യ ദേവതയുടെ ആ ധനലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ കൂടുതലായിട്ട് വരുന്നതാണ്. ഇനി ഇതിൽ തന്നെ നെയ്യിട്ട് തെളിയിക്കുന്നവർ നെയ്യിൽ മഞ്ഞൾ ഇടുന്നത് ഉണ്ട്. അത് ധനസമൃദ്ധി, ഐശ്വര്യം മേൽമേൽ വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്, നെയ്യിലാണെങ്കിൽ കേട്ടോ. നാലാമത്തെ കാര്യം, മഞ്ഞൾ ഇട്ട വെള്ളം കൊണ്ട് മുറി തുടയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കാണാം, അവിടെയുള്ള മിക്ക സ്ത്രീകളും മഞ്ഞളിട്ട വെള്ളം കൊണ്ട് നവമി തിഥിയിലും അഷ്ടമി തിഥിയിലും ഒക്കെ തുടയ്ക്കുന്നത് കാണാം. ഇത് അവിടുത്തെ ഒരു ശീലമാണ്. നമ്മൾ കേരളീയർ പൊതുവെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇങ്ങനെ മഞ്ഞളിട്ട വെള്ളം കൊണ്ട് റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത്. വീട് ക്ലൻസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. കൂടുതൽ ഐശ്വര്യം വരാനും വീട്ടിനുള്ളിലുള്ള നെഗറ്റീവുകളെല്ലാം ഒഴിഞ്ഞു പോകാനും ഇത് വളരെ ഗുണകരമാണ്. വീട്ടിൽ ശാന്തതയും സമാധാനവും വർദ്ധിച്ചു വരാൻ, വഴക്കുകളൊക്കെ കുറഞ്ഞു വരാൻ, വീട്ടിനകത്ത് തിങ്ങിക്കൂടിയിരിക്കുന്ന പൈശാചികമായിട്ടുള്ള ദോഷങ്ങൾ പുറത്തു പോകാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, മഞ്ഞൾ കിഴങ്ങ് ഈർക്കലിൽ കോർത്ത് ഒഴിയുക എന്നുള്ളത്. നിങ്ങൾ പണ്ടൊക്കെ കണ്ടു കാണും, ഈ മുത്തശ്ശിമാരൊക്കെ പച്ച ഈർക്കിലി, ഓലയുടെ ഈർക്കിലി എടുത്തിട്ട് അതിൽ പച്ച മഞ്ഞൾ എടുത്ത് അതിൽ കുത്തി നിർത്തിയിട്ട് കുട്ടികളുടെ ചുറ്റും ഒഴിഞ്ഞ് പുറത്ത് കളയുന്നത്. ശരിക്കും പറഞ്ഞാൽ കടുത്തതായിട്ടുള്ള ദൃഷ്ടിദോഷം, കണ്ണേർന്നൊക്കെ പറയില്ലേ, അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ഒഴിഞ്ഞ് പുറത്ത് കളഞ്ഞാൽ നല്ലതാണ് സന്ധ്യാസമയത്ത് കേട്ടോ. ഇത് വളരെ നല്ലൊരു ക്രിയയാണ്. നിങ്ങൾ ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന ഒരാളെ മറ്റൊരാളാണ് ഇതിങ്ങനെ ഈർക്കിൽ വച്ച് 3 വട്ടം ശരീരം മുഴുക്കായിട്ട് ഒഴിഞ്ഞിട്ട് കളയും. ദൃഷ്ടിദോഷം എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. ആറാമത്തെ കാര്യം, പണ്ടത്തെ വീടുകളിലെല്ലാം നമ്മൾ കണ്ടറിയാം, വീട്ടിന്റെ മുൻവാതിലിന്റെ അവിടെ ഒരു മഞ്ഞൾ കുറി, അതിന്റെ നടുവിൽ ഒരു കുങ്കുമക്കുറി തൊട്ടേക്കുന്നതാണ്. ഇത്തരം കുറി കണ്ടു കഴിഞ്ഞാൽ നീചശക്തികൾ, നെഗറ്റീവായിട്ടുള്ള ശക്തികൾ വീട്ടു പടിക്കൽ വരെ വരും, അകത്തേക്ക് കയറില്ല. അതായത് വീട്ടിലെ അകത്തേക്ക് ദുഷ്ടശക്തികൾക്കൊന്നും കടക്കാൻ പറ്റില്ല എന്ന് ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് വാതിലിന്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു മഞ്ഞൾക്കുറി, അതിൻ്റെ നടുക്ക് ഒരു കുങ്കുമം തൊട്ട് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് പലരും നെറ്റിൽ മഞ്ഞൾക്കുറി വരച്ച് നടുക്ക് ഒരു കുങ്കുമം തൊടുന്നത്. നമ്മുടെ ശരീരത്തും ഇങ്ങനെ നെഗറ്റീവുകളൊന്നും കയറാതിരിക്കാൻ, നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ ഇത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ജലത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. ഈ മഞ്ഞൾ ജലത്തിൽ കുളിക്കുക എന്ന് പറയുന്നത് ഇന്ന് പലർക്കും അറിയാം, ശരീര സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയായിട്ടാണ് മഞ്ഞൾ ജലത്തിൽ പലരും കുളിക്കാറുള്ളത്. എന്നാൽ പണ്ട് ഇതൊരു ആത്മീയമായിട്ടുള്ള വിശ്വാസമായിരുന്നു. മഞ്ഞൾ ജലത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ഉണർവ് വളരെയധികം വർദ്ധിച്ചൊരു സ്വാസ്ഥ്യം നമുക്ക് കിട്ടുമെന്നുള്ളത്. പ്രധാനമായിട്ടും ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഈ മഞ്ഞൾ ജലത്തിൽ കുളിക്കാറുള്ളത്. മഞ്ഞ നീരാട്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് മഞ്ഞൾ നന്നായിട്ട് ദേഹത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുന്ന രീതിയുണ്ട്. വെള്ളത്തിൽ മഞ്ഞളിട്ട് അത് നമ്മൾ കുളിച്ച് കയറാൻ നേരത്ത് അത് ഉപയോഗിച്ച് ഒന്നുകൂടി ഒഴിച്ച് കുളിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ 2 തരത്തിൽ കാണപ്പെടുന്നു. എന്തായാലും ഈ മഞ്ഞ നീരാട്ട് അത് വിഗ്രഹത്തിനും ദേവതകൾക്കും പോലും പല ചൈതന്യവർദ്ധനയ്ക്ക് വേണ്ടി നടത്താറുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും നമ്മളിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവുകൾ ഒഴിഞ്ഞു പോകാനും നമുക്ക് ആത്മീയമായ ഉണർവ് ലഭിക്കാനും ദൈവിക ഊർജ്ജം നമ്മിലേക്ക് കൂടുതൽ പരിലസിക്കുന്നതിന് കാരണമാകുന്നതാണ്. 8ാമത്തെ കാര്യം, മഞ്ഞൾ കിഴങ്ങ് അരിയിലിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അതൊരു ചെറിയ മഞ്ഞൾ കിഴങ്ങ് നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് അരിയിട്ടിട്ട് അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ അന്നത്തിന് മുട്ടുണ്ടാകില്ല, സാമ്പത്തിക ക്ലേശം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും എന്നൊക്കെയുള്ളൊരു വിശ്വാസം പരക്കെയുണ്ട്. അത് നമ്മുടെ നാട്ടിലല്ല, ടിബറ്റ്, ചൈന അങ്ങനെയൊക്കെയുള്ള ഭാഗത്തും ഇത്തരം ഒരു വിശ്വാസം നിലനിൽപ്പുള്ളതാണ്. അത് പലരുടെയും ജീവിതത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിച്ചിട്ടുള്ളപ്പോഴൊക്കെ സാമ്പത്തിക പ്രയാസം വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ സാമ്പത്തിക പ്രയാസങ്ങളുടെ തോത് കുറഞ്ഞൊരു, പിറ്റേ ദിവസം സ്വിച്ചിട്ടോ അല്ല നിന്നു എന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല, പതിയെ അവർക്ക്
ആ സാമ്പത്തിക ക്ലേശത്തിന് ഒരു പരിഹാരം കണ്ടെത്താനും അതിനെ ഒന്ന് ആ നല്ലൊരു ലെവലിലേക്ക് അവർക്ക് മാറി വരാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു നല്ല മാർഗമാണ്, ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന കാര്യമാണ്. 9ാമത്തെ കാര്യം മഞ്ഞൾ കുറി തൊടുക എന്നുള്ളതാണ്. ചിലരെ കണ്ടിട്ടില്ലേ, നിത്യവും മഞ്ഞൾ കുറി അവർ തൊട്ടേക്കും. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നാഗസംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങൾ മനുഷ്യരെ ബാധിക്കാറുണ്ട്. ചിലത് ജാതകാൽ വരുന്നതായിരിക്കും, ചിലത് ശാപങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും, അല്ലാതെ നാഗഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം, നാഗത്തെ കൊന്നതുകൊണ്ടുള്ള കാര്യമായിട്ട് വരാം. അങ്ങനെ നാഗസംബന്ധിയായിട്ടുള്ള ചില ദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മഞ്ഞൾക്കുറി നിത്യേന തൊടുന്നത് വളരെ ഗുണകരമാണ്. അത്തരം നാഗപരമായിട്ടുള്ള ദൂഷ്യങ്ങളെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിന് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോയിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ മഞ്ഞളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ക്രിയകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്ന് ഇതിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭക്തിപുരസനം ചെയ്യുക, വിശ്വാസത്തോടു കൂടി ചെയ്യുക. അവിശ്വാസത്തോടു കൂടി എന്ത് കർമ്മം ചെയ്താലും അതിൽ ഗുണം ഉണ്ടാവില്ല. കാര്യം ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തു നോക്കിയിട്ട് ചിലർക്ക് ഭയങ്കര സംശയമുണ്ട്, ഇത് ശരിയാവും, ഇത് കൊള്ളില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കും. അങ്ങനെയല്ല, ഒരു ദൈവിക കാര്യത്തിന് ചിലർക്ക് വളരെ നേരത്തെ കാര്യങ്ങൾ നടന്നു കിട്ടും, ചിലർക്ക് ഇച്ചിരി ഡിലേ വന്നേക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രീതിയിൽ എപ്പോഴും വിശ്വാസത്തെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോവുകയാണ് ഒരു ഹൈന്ദവ വിശ്വാസി ചെയ്യേണ്ടത്. ഈ കർമ്മങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേന്മയുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് റെക്കമെൻഡേഷനായിട്ട്, നോട്ടിഫിക്കേഷനായിട്ടൊക്കെ യൂട്യൂബ് നിങ്ങൾക്ക് അറിയിപ്പ് തരികയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.